ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ ഇംഗ്ലണ്ട് വലിയൊരു അട്ടിമറിയിൽ നിന്ന് രക്ഷപ്പെട്ടു. റൗണ്ട് ഓഫ് 32-വിൽ കോങ്കോക്കെതിരെ 1-2 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് ജയിച്ചത്. യഥാർത്ഥത്തിൽ 75 മിനിറ്റ് വരെ, കളിയുടെ 75 മിനിറ്റ് വരെ കോങ്കോ ഒരു ഗോളിന് മുന്നിലായിരുന്നു. ആദ്യ പകുതിയുടെ 7ാമത്തെ മിനിറ്റിൽ തന്നെ അവരുടെ ബ്രയാൻ സിപ്പെങ്ങ ഗോളടിച്ച് കോങ്കോയെ മുന്നിലെത്തിച്ചു. പിന്നീട് പല തവണ പല രീതിയിൽ ഇംഗ്ലണ്ട് ശ്രമിച്ചിട്ടും നടന്നില്ല. എംപാസി എന്ന കോങ്കോയുടെ ഗോൾ കീപ്പർ അവർക്ക് മുന്നിൽ ശരിക്കും വിലങ്ങുതടിയായി. ചുരുങ്ങിയത് 5 സേവുകളെങ്കിലും, ഗോളെന്നുറച്ച 5 സേവുകളാണ് എംപാസി നടത്തിയത്. ഇംഗ്ലണ്ടിന് മുന്നിൽ ശരിക്കും എംപാസി വിലങ്ങുതടിയായി. മാത്രമല്ല കോങ്കോയുടെ ഡിഫൻസ്, കോങ്കോയുടെ പ്രതിരോധം അതിഗംഭീരമായിരുന്നു. ഒപ്പം തന്നെ അവർ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം നന്നായി ആക്രമിച്ചു കളിച്ചു. കോങ്കോ യഥാർത്ഥത്തിൽ അതിഗംഭീരമായിട്ടാണ് കളിച്ചത്. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് അവർ മുന്നിലാവുകയും ചെയ്തു. എന്നാൽ രണ്ടാം പകുതിയിൽ 75 മിനിറ്റ് വരെ കോങ്കോ പിടിച്ചു നിന്നു. എന്നാൽ 75ാമത്തെ മിനിറ്റിൽ ഹാരി കെയ്ൻ, ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റൻ, ഗംഭീര ഗോളോടുകൂടി ഇംഗ്ലണ്ടിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, സമനില പിടിച്ചു. പിന്നീട് 86ാമത്തെ മിനിറ്റിൽ, 11 മിനിറ്റിന് ശേഷം 86ാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു അതിഗംഭീര ഗോളിലൂടെ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ മുന്നിലെത്തിച്ചു. പിന്നീട് അങ്ങോട്ട് കോങ്കോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹാരി കെയ്ൻ ആദ്യ ഗോൾ അടിച്ച 75ാമത്തെ മിനിറ്റിന് ശേഷം കോങ്കോ കുറച്ച് മങ്ങിപ്പോയി. എന്തായാലും ഇംഗ്ലണ്ട് 2-1 കളി ജയിച്ച് പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു. താങ്ക്സ് ടു ഹാരി കെയ്ൻ, അവരുടെ ക്യാപ്റ്റൻ. ഹാരി കെയ്ൻ്റെ 5ാമത്തെ ഗോളാണ്, 5 ഗോളാണ് അടിച്ചത് ഇതുവരെ ലോകകപ്പിൽ ഹാരി കെയ്ൻ. അദ്ദേഹത്തിൻ്റെ മൊത്തം ലോകകപ്പിൽ 13ാമത്തെ ഗോളാണ് അത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ ഗാരി ലിനേക്കറിനെ തന്നെ മറികടന്ന് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും കൂടുതൽ ഗോള വേട്ടക്കാരനായി മാറിയിരുന്നു, ഗോളടിച്ച താരമായി മാറിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം മൊത്തം ലോകകപ്പ് ഗോളുകളുടെ എണ്ണം 13-ൽ എത്തിച്ചിരിക്കുന്നു. ഈ ലോകകപ്പിൽ മാത്രം 5 ഗോളാണ് ഹാരി കെയ്ൻ അടിച്ചു കൂട്ടിയത്. എന്തായാലും ഇംഗ്ലണ്ട് വലിയൊരു അട്ടിമറിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജയിച്ച് പ്രീ ക്വാർട്ടറിൽ എത്തിയിരിക്കുന്നു.